നമസ്കാരം. നമസ്തേ. അഞ്ചാം തലമുറ ഫോട്ടോണിക് റഡാർ ഇന്ത്യ വിജയകരമായി വലിയ തരത്തിലുള്ള മുന്നേറ്റത്തിലോട്ട് കടക്കുന്നു എന്നുള്ളതെല്ലാം വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് പല ഊഹാപോഹങ്ങളുണ്ട്. അപ്പം യഥാർത്ഥത്തിലോട്ട് വരുമ്പം എന്താണ് ഈ അഞ്ചാം തലമുറ ഫോട്ടോണിക് റഡാറിൻ്റെ എത്ര വലിയ പ്രത്യേകത എന്നുള്ളതും അതുപോലെ തന്നെ മറ്റേതൊക്കെ രാജ്യങ്ങൾക്കാണ് നിലവിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ എന്നുള്ളതും അറിയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ആഗ്രഹമാണ്. അപ്പം ശരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? മറ്റേതൊക്കെ രാജ്യങ്ങൾക്കാണ് നിലവിൽ ഇത്തരത്തിലുള്ള ടെക്നോളജി കയ്യിലുള്ളത്? ഫോട്ടോണിക് റഡാറുകൾ യഥാർത്ഥത്തിൽ ഒരു രാജ്യവും ഇതുവരെ ഓപ്പറേഷണലൈസ് ചെയ്തിട്ടില്ല. ഉം. പക്ഷേ US, ഇന്ത്യ, ചൈന ഈ മൂന്ന് രാജ്യങ്ങളിൽ ഇതിന്റെ ഗവേഷണം വളരെയധികം പുരോഗമിക്കുന്നുണ്ട്. റഷ്യയും ഈ ഫോട്ടോണിക് റഡാറുകൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ത്യ ഇത് വികസിപ്പിക്കുന്നത് സർക്കാരിന്റെ ഏജൻസി ആയിട്ടുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO ആണ്. ഈ കാര്യത്തിൽ ഈ റഡാറിന്റെ വികസനത്തിൽ കാര്യമായ മുന്നേറ്റം ഇന്ത്യ കൈവരിച്ചതായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ഈ റഡാറുകളാണ് ആധുനിക യുദ്ധത്തിൽ അതീവ നിർണായക പ്രാധാന്യമുള്ള ഒരു സംവിധാനം. നമുക്ക് ഏത് യുദ്ധവിമാനം വേണം, ഇപ്പൊ F-16, F-22, F-35 അതല്ലെങ്കിൽ റഫാലോ, J-35 ഒക്കെ ഉണ്ടെങ്കിൽ ശരി, നമുക്കൊരു റഡാർ നമ്മുടെ കാര്യക്ഷമമല്ലെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ശത്രുവിനെ നേരിടാൻ സാധിക്കില്ല. കാരണം ആധുനിക യുദ്ധങ്ങള് നെറ്റ്വർക്ക്ഡ് വാർഫെയർ ആണ്. അതായത് ഒരു ശൃംഖലയുടെ സഹായത്തോടു കൂടിയാണ്, ഒരു എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിമാനം മുന്നോട്ട് പോകുന്നതും വിമാനത്തിൽ നിന്ന് മിസൈൽ തൊടുത്തുവിടുന്നു. അത് കരയിലേക്കാണെങ്കിലും മറ്റ് വിമാനങ്ങളെ തകർക്കുന്ന എയർ ടു എയർ മിസൈൽ ആണെങ്കിലും ഒക്കെ തന്നെ ഈ റഡാറുകളാണ്. അപ്പോ ഇപ്പൊ എന്നോട് ചോദിച്ചല്ലോ, മറ്റു റഡാറുകളെ അപേക്ഷിച്ച് ഇതിനുള്ള മെച്ചം എന്താണെന്ന്. ഈ ഫോട്ടോണിക് റഡാറുകള് റഡാർ എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസീസ് ആണ് സാധാരണഗതിയിൽ പുറപ്പെടുവിച്ചിട്ട് അത് ഒരു ടാർഗറ്റിൽ ചെന്ന് തട്ടി തിരിച്ചു വരുമ്പോൾ ടാർഗറ്റിന്റെ ഒരു രൂപം റഡാർ സൃഷ്ടിക്കുകയാണ്. ടാർഗറ്റിന്റെ ഒരു സൈസ്, ടാർഗറ്റിന്റെ വേഗത, ടാർഗറ്റ് എത്ര ദൂരത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ റേഡിയോ ഫ്രീക്വൻസിയുടെ ആ പ്രതിഫലിച്ച് തിരിച്ചു വരുന്ന റേഡിയോ ഫ്രീക്വൻസികൾ പിടിച്ചെടുത്തിട്ടാണ്, ഇതിന്റെ ഒരു റഡാറിന്റെ ആന്റിന പിടിച്ചെടുത്തിട്ടാണ് അത് കണക്കാക്കുന്നത്. പക്ഷെ അവിടെ ആധുനിക യുദ്ധങ്ങളിലൊക്കെ ഇലക്ട്രോണിക് വാർഫെയർ ആണ്. കാരണം ഈ സിഗ്നലുകളെ സമാന ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകൾ പുറപ്പെടുവിച്ചിട്ട് ഈ റഡാറിനെ ആകെ കൺഫ്യൂസ് ചെയ്യും. അങ്ങനെ ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനം പലപ്പോഴും റഡാറിന് തിരിച്ചറിയാൻ പറ്റാതെ വരും. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മിസൈല് കൃത്യ ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രയോഗിക്കാൻ പറ്റാതെ വരും. അതിന് ജാമിങ് എന്ന് പറയും, സ്പൂഫ്. അത് കംപ്ലീറ്റ്ലി ഈ സിസ്റ്റം അങ്ങ് അപ്സെറ്റ് ആകും. സ്പൂഫിംഗ് എന്ന് പറയുന്നത് ഇത് തെറ്റിച്ച് വേറൊരിടത്തോട്ട് വിടും. അതിന്റെ ലക്ഷ്യസ്ഥാനം അതിന്റെ കോർഡിനേറ്റ്സ് തെറ്റായിട്ട് ഈ റഡാറിന് തോന്നും. ഇങ്ങനെയൊക്കെയുള്ള ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളെ മറികടക്കാൻ ഈ ഫോട്ടോണിക് റഡാറിന് കഴിയുമെന്നതാണ് അതിന്റെ പ്രത്യേകത. അതാണ് ഇപ്പോൾ നിലവിലിരിക്കുന്ന റഡാറുകളെ അപേക്ഷിച്ച് ഫോട്ടോണിക് റഡാറുകളുടെ മെച്ചം. അപ്പോ സംഭവം മനസ്സിലായല്ലോ. അതായത് ഇലക്ട്രോണിക് വാർഫെയറിനെ അതിജീവിക്കാൻ പറ്റുന്ന റഡാറുകൾ. ആധുനിക റഡാർ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ആദ്യം വന്നത് പാസീവ് ഫേസ്ഡ് അറേ റഡാർ എന്ന് പറയുന്ന റഡാറാണ്. അതിനുശേഷം ഇപ്പോഴത്തെ ഏറ്റവും ആധുനിക റഡാർ എന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നത് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ എന്ന്, അല്ലെങ്കിൽ എയ്സ റഡാർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റഡാർ. എയ്സ റഡാർ വലിയൊരു വിപ്ലവമാണ് റഡാർ രംഗത്ത്. അതായത് ഒരേ സമയം ഒരു 50-60 ലക്ഷ്യസ്ഥാനങ്ങളെ ഡിറ്റക്ട് ചെയ്യാനും അതില് ഒരു 10-20-25 എണ്ണത്തിനെ ഒരേ സമയം എൻഗേജ് ചെയ്യാനും, അതായത് അവിടുന്ന് ഒരു 25 മിസൈൽ ഒരുമിച്ച് വന്നാലും ഈ റഡാറിന് തിരിച്ചറിയാനും അതുപോലെ ഇന്റർസെപ്റ്ററുകൾ വിടാനും ഒക്കെ പറ്റും. അപ്പോ നിരവധി ലക്ഷ്യസ്ഥാനങ്ങളെ ഒരേ സമയത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് ഈ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ. പക്ഷെ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറിനും പരിമിതിയുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ ഇലക്ട്രോണിക് വാർഫെയറിനെ അതിജീവിക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. അതുപോലെ വളരെ ദുർബലമായ സിഗ്നലുകളെ ആണെങ്കിൽ അതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഈ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറിനെ അതിജീവിക്കാനാണ്
ഇപ്പൊ അമേരിക്കയുടെ ഒക്കെ സ്റ്റെൽത്ത് വിമാനങ്ങൾ വന്നു. സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് ഈ പറയുന്ന അത് ഒന്നാമത് റഡാർ റേഡിയോ തരംഗങ്ങളെ അബ്സോർബ് ചെയ്യുന്ന വലിച്ചെടുക്കുന്ന പെയിന്റ് ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. അത് കാരണം അത് തിരിച്ചു വരും. റേഡിയോ തരംഗം തിരിച്ചു വന്നില്ലേ പിന്നെ റഡാർ എന്ത് ചെയ്യും? റഡാറിനൊന്നും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതിന്റെ രൂപം അങ്ങനെയാണ്. പിന്നെ ഇൻഫ്രാറെഡ് പരമാവധി ചൂട് ഒഴിവാക്കും. ചൂടുണ്ടെങ്കിൽ ഈ ഇൻഫ്രാറെഡ് സീക്കർ എന്ന് പറയുന്നത് റഡാർ എന്ന് പറയുന്നത് ഒരു തരം സീക്കറാണ്. അപ്പൊ സീക്കർ റഡാർ ഒന്നാണെന്ന് കരുതിയാണ്. അതിന് ഇൻഫ്രാറെഡ് സീക്കർ എന്ന് പറഞ്ഞാൽ ചൂട് വരുന്ന ഒരു പ്രതലത്തെ ഇൻഫ്രാറെഡ് സീക്കർ തിരിച്ചറിയും. റേഡിയേഷൻ ചൂട് ഇൻഫ്രാറെഡ് തരംഗങ്ങളായിട്ടാണ് വരുന്നത്. അപ്പൊ ആ ചൂട് തിരിച്ചറിഞ്ഞിട്ട് അതിന്റെ ആ ടാർഗറ്റിന്റെ ലൊക്കേഷനും ആ ടാർഗറ്റിന്റെ വേഗതയും സൈസും ഒക്കെ തിരിച്ചറിയും. അപ്പൊ ഇൻഫ്രാറെഡ് സീക്കർ ഉപയോഗിച്ചും ഇതിനെയൊക്കെ പരിമിതമാക്കുന്നതാണ് സ്റ്റെൽത്ത്. അതായത് അതിൽ നിന്ന് അധികം ചൂട് വരത്തില്ല. അതിൽ നിന്ന് ഈ റഡാർ തരംഗങ്ങൾ അതായത് റേഡിയോ ഫ്രീക്വൻസി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും ഒക്കെ തിരിച്ച് വരില്ല. അത് പല കാരണങ്ങൾ, അതിന് ഉപയോഗിച്ചിരിക്കുന്ന പെയിന്റ് ഡിസൈന്, പിന്നെ അതുപോലെ തന്നെ പല ഈ റഡാറിന് കണ്ടെത്താൻ പറ്റുന്ന ഏരിയ റഡാർ ക്രോസ് സെക്ഷൻ എന്ന് പറയും. അത് വളരെ ചെറുതായിരിക്കും. റഡാറിന്റെ തരംഗങ്ങൾ പോയിട്ട് സ്പർശിച്ച് അതിൽ ഇടിക്കാനൊക്കെ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് 0.1 ചതുരശ്ര മീറ്റർ ഒക്കെ കാണത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഈ റഡാറിനെ വെട്ടിച്ചുകൊണ്ട് എയ്സാർ റഡാറിനെ പോലും വെട്ടിക്കാനാണ് ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ വന്നത്. പക്ഷേ സ്റ്റെൽത്ത് വിമാനം വന്നപ്പം അതിനെ മറികടക്കാനാണ് ഇപ്പൊ 5ാം തലമുറ റഡാർ കൊണ്ടുവരുന്നത്. ന്യൂ ജനറേഷൻ റഡാർ ആണ് ഒന്ന്. അതിലെ ഒരു തരമാണ്, ഒരു കാറ്റഗറിയാണ് ഞാൻ ഈ പറഞ്ഞ ഫോട്ടോണിക് റഡാർ. ഈ ഫോട്ടോണിക് റഡാറിൽ നിന്നും റേഡിയോ തരംഗങ്ങളല്ല അയക്കുന്നത്, ലേസർ പൾസസ് ആണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ ലേസർ ആക്കി മാറ്റിക്കൊണ്ട് ഈ പ്രകാശമാണ് നമ്മുടെ ടാർഗറ്റിൽ പോയി പതിച്ചിട്ട് തിരിച്ചു വരുന്നത്. അപ്പൊ പ്രകാശത്തെ ഈ പറയുന്ന രീതിയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ അതായത് ഇലക്ട്രോണിക് വാർഫെയർ പ്രകാശത്തെ തടയാൻ പറ്റുന്നതാണ്. ഇലക്ട്രോണിക് വാർഫെയർ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലുകൾക്ക് നേരിടാനേ പറ്റൂ. അപ്പം ഈ ഫോട്ടോണിക് റഡാർ എന്ന് പറയുന്നത് അത്തരം ഒരു ഇന്നോവേഷനാണ്. ആ ഫോട്ടോണിക് റഡാർ വരുംകാല യുദ്ധങ്ങളിൽ ഫോട്ടോണിക് റഡാറും അതുപോലെ അതിനപ്പുറത്തോട്ട് ഇതോടൊപ്പം തന്നെ ഈ ക്വാണ്ടം റഡാറുകൾ എന്ന് പറഞ്ഞ ഫോട്ടോണിക് റഡാറിനോടൊപ്പം തന്നെ അതും ഇപ്പോ വികസിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ക്വാണ്ടം റഡാർ വന്നു കഴിഞ്ഞാലും ഈ സ്റ്റെൽത്ത് വിമാനങ്ങളൊക്കെ തന്നെ അതിന്റെ അതിന്റെ ദൃഷ്ടിയിൽപ്പെടും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് വരുന്ന കാലങ്ങളിൽ ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് റഡാറുകളുടെ ഇപ്പോൾ കണ്ണ് വെട്ടിക്കുന്ന പോലെ കണ്ണ് വെട്ടിക്കാതിരിക്കാനുള്ള ഒരു റഡാർ സിസ്റ്റമാണ് നമ്മൾ ഈ പറയുന്ന ഫോട്ടോണിക്കും അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഗവേഷണം നടക്കുന്ന ഈ ക്വാണ്ടം റഡാറിന്റെ കാര്യത്തിൽ ഗവേഷണങ്ങൾ ഒന്നും തന്നെ ലോകത്ത് ഒരു രാജ്യത്തിലും അത്ര വലിയ രീതിയിൽ പുരോഗമിച്ചിട്ടില്ല. ഫോട്ടോണിക് റഡാറുകൾ വലിയ രീതിയിൽ മുന്നേറ്റമായിട്ടുണ്ട്. ഇന്ത്യ അക്കാര്യത്തിൽ 1ാം നിരയിൽ തന്നെയാണ്. അപ്പോ ഫോട്ടോണിക് റഡാറിന്റെ പിന്നെ അതിന്റെ നിർമ്മാണം അതിന്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇനി അത് ലബോറട്ടറി റിസർച്ചിൽ നിന്ന് മാറ്റിയിട്ട് അത് യഥാർത്ഥ പരീക്ഷണത്തിലേക്ക് കടക്കാൻ പ്ലാറ്റ്ഫോമിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് വരും. അതായത് തറയിൽ ഉറപ്പിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കും ആദ്യം പരീക്ഷണം നടത്തുന്നത്. പിന്നീട് അത് ഡ്രോണിൽ അത് ഫിറ്റ് ചെയ്തിട്ട് ഇത്തരം റഡാറുകൾ ഫിറ്റ് ചെയ്തിട്ട് പരീക്ഷണം നടത്തും. അത് കഴിഞ്ഞാൽ ഇന്ത്യൻ നേവിയുടെ കപ്പലുകളിൽ ഇത് പരീക്ഷിക്കും. എതിർ കപ്പലുകളെ കണ്ടെത്താൻ പറ്റും. കാരണം കപ്പലാകുമ്പോൾ വലിയ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ടാർഗറ്റാണ്. അപ്പൊ അവിടെയാണ് അത് കഴിഞ്ഞിട്ടുള്ള പരീക്ഷണം നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ വിമാനങ്ങളിലുള്ള പരീക്ഷണവും അത് ഏതാണ്ട് ഞാൻ ഈ പറഞ്ഞ പരീക്ഷണങ്ങളെല്ലാം തന്നെ ഒരു 2 കൊല്ലത്തിനുള്ളിൽ തീരും. 2026 2027 ഇതിന്റെ ഈ ഫിക്സ്ഡ് ടാർഗറ്റിന്റെ പരീക്ഷണം തുടങ്ങും. 2029 ഈ റഡാറ് നമ്മുടെ യുദ്ധവിമാനങ്ങളുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും എന്നാണ് ഇപ്പോ വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിന്റെ മെച്ചങ്ങളെ കുറിച്ച് ഞാൻ ഒന്നുകൂടി പറയാം. വൈഡ് ബാൻഡ് സിഗ്നല്, ലോ നോയ്സ്, അതായത് പലപ്പോഴും മറ്റ് റഡാറുകളിലൊക്കെ തന്നെ
ഈ മറ്റ് സിഗ്നലുകൾ കയറി വന്നിട്ട് പലപ്പോഴും ഈ ലക്ഷ്യസ്ഥാനത്തിന്റെ ഒരു കൃത്യത നഷ്ടപ്പെടുത്താറുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യക്തത നഷ്ടപ്പെടുത്താറുണ്ട്. ഇത് അങ്ങനെയല്ല. ആ നോയ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്തരം സിഗ്നലുകളെ പരിപൂർണമായിട്ട് ഇത് കട്ട് ചെയ്യും. അതുപോലെ പ്രിസിഷൻ, വളരെ കൃത്യമായിട്ട് ഒരു ടാർഗറ്റിന്റെ പൊസിഷൻ കൃത്യമായിട്ട് പറയും. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഇലക്ട്രോണിക് വാർഫെയറിന് അതീതമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് ഒന്നും ഇതില് നടക്കുന്ന സംഭവമല്ല. അപ്പോ അത് കാരണം ടാർഗറ്റ് വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വ്യക്തവും കൃത്യവും ആയ ടാർഗറ്റിന്റെ ലൊക്കേഷന്, ടാർഗറ്റിന്റെ സൈസ്, സ്പീഡ് ഒക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ടാർഗറ്റിനെ നശിപ്പിക്കാനുള്ള നമ്മുടെ കഴിവ്, നമ്മുടെ മിസൈലുകൾക്ക് വലിയ കഴിവ് കിട്ടുക. അപ്പോ ഒരു മിസൈല് ഒരു എയർ ടു എയർ മിസൈല് ശത്രു വിമാനത്തോട് നേർക്ക് എഴുതി വിട്ടാൽ ആ ശത്രു വിമാനത്തിന് പിന്നീട് രക്ഷപ്പെടാനുള്ള സാധ്യത ഒരുപക്ഷെ വെറും 1% താഴെയായിരിക്കും. അത്ര കൃത്യതയോടുകൂടി ലൊക്കേഷൻ സ്പോട്ട് ചെയ്യുകയും ടാർഗറ്റിനെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരികയും ഒക്കെ ചെയ്യും. അപ്പോ ഈ റഡാറ് ഞാൻ പറഞ്ഞ പോലെ പല രാജ്യങ്ങളും ഇതിന്റെ വികസിപ്പിക്കാനുള്ള ഒരു മത്സരം നടക്കുമ്പോൾ ഇന്ത്യ അത് അക്കാര്യത്തിൽ വളരെ മുന്നേറി എന്നുള്ളത് റഡാറുകളുടെ കാര്യത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന ഒരു ഇന്ത്യയുടെ ഒരു മേൽക്കൈ അത് നമുക്ക് വ്യക്തമാക്കും. ഇപ്പൊ നമുക്കറിയാം, ഈ SU-30 ഘടിപ്പിക്കാനായിട്ട് ഒരു എയ്സാർ റഡാർ, വിരൂപാക്ഷ എന്നുള്ള എയ്സാർ റഡാർ നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ പല തരത്തിലുള്ള റഡാറുകൾ, ഇപ്പൊ വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ സ്വാതി, അങ്ങനെ നിരവധി റഡാറുകളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തുന്നത്. ആദ്യമൊക്കെ ഇസ്രായേലിനെ ആശ്രയിച്ചായിരുന്നു നമ്മൾ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് റഡാർ നിർമ്മിക്കുന്നത്. പക്ഷെ അത് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ചു. അതുപോലെ ഗാലിയം നൈട്രൈഡ് റിസീവറുകൾ നമ്മൾ നിർമ്മിച്ചു. അതൊക്കെ ഈ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച ഒരു നേട്ടമാണ്. ആ നേട്ടത്തിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോ നമ്മൾ ഈ ഫോട്ടോണിക് റഡാറിന്റെ നിർമ്മാണത്തിലൂടെ നമുക്ക് കൈവരാൻ പോകുന്നത്. ഈ സാധാരണഗതിയിൽ യുദ്ധങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. കാരണം ഫ്രണ്ട്ലി ഫയർ എന്ന് പറഞ്ഞ് നമ്മുടെ മിസൈല് നമ്മുടെ വിമാനത്തെ തന്നെ തകർക്കുന്ന ഒരവസ്ഥ. ഈ വിമാനം പലപ്പോഴും ഈ മനുഷ്യന്റെ കമാൻഡിലൊന്നുമല്ല, ഒരു പലപ്പോഴും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഒരു യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എയർ കമാൻഡ് ആൻഡ് കൺട്രോളിൽ നിന്നും ഉള്ള ഒരു കമാൻഡ് പോകുന്നത്, ഇതാ ശത്രു വിമാനം വരുന്നു, മിസൈലിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഫ്രണ്ട്ലി ഫയർ, സ്വന്തം വിമാനത്തിന് നേരെയും പലപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടും. അങ്ങനെയൊന്നും ഈ ഫോട്ടോണിക് റഡാർ ഉപയോഗത്തിലെത്തിയാൽ അത്തരം അപകടങ്ങളൊക്കെ വളരെ കുറയുമെന്നാണ് പറയുന്നത്. കാരണം ഇത് കൃത്യത വളരെ കൂടുതലാണ്. ആ കൃത്യത കൂടുതലായതുകൊണ്ടും ഇപ്പൊ 2 വിമാനങ്ങൾ ഒരേ സമയം പോവുകയാണെങ്കിലും ആ വിമാനത്തിൽ ശത്രുവേത് മിത്രമേത് എന്നുള്ളത് റഡാറിന് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാം. അപ്പോ ആ ഇംപ്രൂവ്ഡ് പ്രിസിഷൻ എന്ന് പറയുന്നത് അത് വലിയൊരു അനുഗ്രഹമാണ് ഏതൊരു രാജ്യത്തിനും. അതുപോലെ ഞാൻ ഈ പറഞ്ഞ ലോങ് വൈഡ് ബാൻഡ് സിഗ്നലുകൾ ഉപയോഗിക്കുന്ന കാരണം സ്റ്റെൽത്ത് വിമാനങ്ങളെ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഈ ക്വാണ്ടം റഡാർ, ഞാൻ പറഞ്ഞല്ലോ, ഈ ഫോട്ടോണിക് റഡാറിനോടൊപ്പം തന്നെ മറ്റൊരു 5ാം തലമുറ റഡാറും ലോകം ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ക്വാണ്ടം റഡാർ എന്ന് പറഞ്ഞത്. പക്ഷെ ക്വാണ്ടം റഡാറിന് ഒരു പരിമിതി ഉള്ളത്, ക്വാണ്ടം റഡാർ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ആ ഉപകരണം ക്രയോജനിക് ടെമ്പറേച്ചറിനോട് അടുത്ത്, അതായത് ആബ്സല്യൂട്ട് സീറോ -273 അടുത്തുള്ള ഒരു ടെമ്പറേച്ചർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോ ഒരു വിമാനത്തില് ഈ തരത്തിലുള്ള ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ക്രയോജനിക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് ആ യുദ്ധവിമാനത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഈ ക്വാണ്ടം റഡാർ ഇപ്പോഴും ഒരു സങ്കല്പമാണ്. ക്വാണ്ടം റഡാർ കുറച്ചുകൂടി കൃത്യത ഉണ്ടാകും ഫോട്ടോണിക്കിനേക്കാളെന്നാണ് പറയുന്നത്. പക്ഷെ അത് അച്ചീവ് ചെയ്യാനുള്ള അതിന്റെ ഒരു എഞ്ചിനീയറിങ് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ അത് അച്ചീവ് ചെയ്യുന്നത് വളരെ ക്ഷിപ്രസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഫോട്ടോണിക് റഡാറിനെ സംബന്ധിച്ചിടത്തോളം അത് യാഥാർത്ഥ്യത്തിലേക്ക് വെറും ചുവടുകൾ മാത്രം അകലെ മാത്രമാണ്.
അത് ഇന്ത്യ അതിനകത്തിൽ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നു. ഈ നമ്മുടെ SU-30, അതുപോലെ തന്നെ നമ്മുടെ റഫാൽ വിമാനങ്ങള്, ഇങ്ങനെയുള്ള ആധുനിക, പിന്നെ അതുപോലെ തേജസ് വിമാനം, ഇതിലൊക്കെ തന്നെ ഈ റഡാർ സംയോജിപ്പിക്കും എന്നാണ് നമ്മൾ പദ്ധതി ഇടുന്നത്. അതായത് ആധുനിക യുദ്ധത്തിൽ ഇന്ത്യയുടെ പരിമിതിയായിട്ട് നമ്മൾ പണ്ട് കരുതിയിരുന്നത് നമ്മുടെ റഡാർ നെറ്റ്വർക്കുകളാണ്. നമുക്ക് വളരെ കുറച്ച് അവാക്സ് വിമാനങ്ങളേ ഉള്ളൂ. ഇന്ത്യക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ ആറോ ഏഴോ അവാക്സ് വിമാനങ്ങൾ മാത്രമാണ് ഇന്ത്യ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പാകിസ്ഥാന്റെ കൈവശം 8 എണ്ണം ഉണ്ട്. അത് വീണ്ടും ഒരു 6 എണ്ണം കൂടി ഉടനടി സർവീസിലേക്ക് എത്തുകയാണ്. അതായത് ഒരു വർഷത്തിനുള്ളിൽ, നമ്മുടെ 1-1.5 വർഷത്തിനുള്ളിൽ വ്യോമസേനയുടെ ഭാഗമാകും 6 പുതിയ റഡാറുകൾ, 6 പുതിയ അവാക്സ് വിമാനങ്ങൾ. അപ്പോ നമ്മുടെ ഒരു വീക്ക്നെസ് ആയിരുന്നു ഈ അവാക്സ് ഏർലി വാർണിംഗ് സിസ്റ്റം. അതിലൊക്കെ തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്ന എയ്സാർ റഡാറുകളാണ്. ആ എയ്സാർ റഡാറുകൾ മാറിയിട്ട് ഫോട്ടോണിക് റഡാറുകൾ വരുമ്പോഴേക്കും സംഭവം വളരെ വ്യത്യാസപ്പെടും. പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾക്കൊന്നും ഇത്തരം റഡാറൊന്നും അവർ നിർമ്മിക്കാറില്ല. പകരം അവർ ചൈനീസ് ടെക്നോളജി ഉപയോഗിക്കുകയാണ്. എന്തായാലും ശരി, ഇത് വളരെ ഒരു നിർണായക നീക്കവുമായിട്ട് DRDO മുന്നോട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ, വാർത്തകളും വരുന്ന മുറയ്ക്ക് വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്താം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.